കേന്ദ്ര സർക്കാരുകളുടെ ഒരു മഹാരത്ന കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഓഫീസർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിരം ഒഴിവുകളാണ്. 731 വേക്കൻസിയിലുള്ള മികച്ച ശമ്പളത്തോടെ ജോലി ചെയ്യാനുള്ള അവസരമാണ്. കേന്ദ്ര സർക്കാരുകളുടെ മഹാരത്ന കമ്പനിയാണ് HPCL എന്നുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് 2026 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 25 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. വേക്കൻസികൾ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഇതിലേക്കെല്ലാം 25 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ശമ്പള സ്കെയിൽ 30,000 മുതൽ 1,20,000 എന്നുള്ളതാണ്. തുടക്ക ശമ്പളം 90,000 രൂപ കൂടെ ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 10 വേക്കൻസി ഉണ്ട്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ 19 വേക്കൻസി, മെക്കാനിക്കൽ 207 വേക്കൻസി, ഇലക്ട്രിക്കൽ 117 വേക്കൻസി, കെമിക്കൽ 27 വേക്കൻസി. ഇതിലേക്കൊക്കെ അതാത് വിഷയങ്ങളിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ജൂനിയർ അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ 12 വേക്കൻസി, BSc കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ എക്സിക്യൂട്ടീവ് HR 5 വേക്കൻസി, BBA അല്ലെങ്കിൽ BMS ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി 16 വേക്കൻസി ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റിയും ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മെക്കാനിക്കൽ എഞ്ചിനീയർ 12 വേക്കൻസി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 37 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 17 വേക്കൻസി, കെമിക്കൽ എഞ്ചിനീയറിംഗ് 15 വേക്കൻസി. ഇതിലേക്കെല്ലാം ശമ്പളം 50,000 മുതൽ 1,60,000 എന്നുള്ള സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 1,50,000 രൂപയായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതാത് വിഷയങ്ങളുടെ BTech ബിരുദമാണ് വേണ്ട യോഗ്യത. അടുത്ത ഓഫീസർ ഫൈനാൻസ് CA 30 വേക്കൻസി, ഓഫീസർ ഫൈനാൻസ് CMA 4 വേക്കൻസി, ഓഫീസർ ഫൈനാൻസ് MBA 4 വേക്കൻസി, ഓഫീസർ HR 6 വേക്കൻസി. ഇതിലേക്ക് CA പോസ്റ്റിലേക്ക് ഡിഗ്രിയും CAയും, CMA പോസ്റ്റിലേക്ക് ഡിഗ്രിയും CMA ആണ് വേണ്ട യോഗ്യത. മറ്റ് MBA പോസ്റ്റിലേക്ക് ഡിഗ്രി MBA ഉള്ളവർക്ക് മറ്റ് 2 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുകൂടാതെ സീനിയർ ഓഫീസർ സെയിൽസ് 50 വേക്കൻസി ഉണ്ട്. 29 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. BTechും MBAയും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം 2 വർഷം പ്രവൃത്തി ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഓഫീസർ സീനിയർ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് ഏകദേശം 50-ലധികം ഒഴിവുകളാണ് ഉള്ളത്. ഇതിലേക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. ഓരോന്നിനും പ്രത്യേക ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. ജനറലായിട്ടുള്ള യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട യോഗ്യത BTech മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷന് എന്നിവയാണ്. അതോടൊപ്പം 5 മുതൽ 8 വർഷം വരെ പ്രവൃത്തിയുള്ളവർക്കാണ് സീനിയർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റ് www.hindusthanpetroleum.com എന്ന സൈറ്റിൽ ലഭ്യമാണ്. ആ സൈറ്റിൽ കരിയർ പേജിൽ പോകുക. കറണ്ട് ഓപ്പണിങ്സ് കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. വിശദമായ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഓരോ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസും ശമ്പള സ്കെയിലും എല്ലാ ഡീറ്റെയിൽസും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓൺലൈനായിട്ട് മാർച്ച് 25 മുമ്പ് അപേക്ഷിക്കുക. www.hindusthanpetroleum.com എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 1,180 രൂപയാണ്. SC ST കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല എന്ന കാര്യം മനസ്സിലാക്കുക. താല്പര്യമുള്ളവരെ മാർച്ച് 25 മുമ്പ് അപേക്ഷിക്കുക. താങ്ക് യു.